ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രിൽ ഫിഷ് ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ. സോ നമുക്ക് തിലാപ്പിയ ഫിഷാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുക്കാം. ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഗ്രിൽ ഫിഷിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ്. അപ്പം നമ്മൾ ഫിഷ് എല്ലാം വരയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കാം. കുറച്ച് മസാല ജീരകം, കുറച്ച് ബ്ലാക്ക് പെപ്പർ, പിന്നെ ഇത് കുറച്ച് ഫിഷ് മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് കരിവേപ്പില കുത്തിയരിഞ്ഞത്, പിന്നെ ഇത് പാഴ്സ്ലി ഫ്ലേക്സ് ആണ്, ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ ആൻഡ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പെർഫെക്റ്റ്. പിന്നെ നമ്മൾക്ക് സ്ക്വീസ് ഓഫ് ലെമൺ. നമുക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മസാല എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ തരമായ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഗുഡ്. ഓക്കെ, അങ്ങനെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവനെ ഫിഷ് കൂട്ടന്മാരിൽ തേച്ച് പിടിപ്പിക്കാം. അതിന് കൈ തന്നെ വേണ്ടി വരും. ഇങ്ങനെ ഇവിടെ വെക്കാം. കുറച്ച് മസാല എടുക്കുക, നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഈ വരയിട്ടതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്താൽ നല്ല ജ്യൂസി ആയിരിക്കും. Look at that. കണ്ണിലൊക്കെ തേച്ച് കൊടുത്ത് കണ്ണരിയോ ആവും. കുറച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ ഫിഷൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 350 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രേ എടുത്തിട്ട് ഫിഷിനെ അതിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ഇതിൽ നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഫിഷിനെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തതാണ്. ആ ബട്ടർ ഇങ്ങനെ കുറച്ചൊന്ന് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. ആ ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫിഷൊക്കെ നന്നായിട്ട് ഗ്രില്ലാവുന്നുണ്ടായിരുന്നു. ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മിനി പൊട്ടറ്റോസും കൂടി സോട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആഫ്റ്റർ 20 മിനിറ്റ്സ് നമ്മൾ ഫിഷ് എടുത്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പൊട്ടറ്റോസ് കൂടാതെ കുറച്ച് സ്പ്രൗട്ട്സും കുറച്ച് ടൊമാറ്റോസും ഗ്രീൻ പെപ്പറും മഷ്റൂമും നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച്